ആചാര്യ ടി.വി. ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പൊതുവായ രോഗശമനത്തിന് യൂണിവേഴ്സൽ ഹീലിംഗ് പ്രിൻസിപ്പിൾ, പൊതുവായ രോഗശമനത്തിന് ഈ രോഗശുശ്രൂഷ കേന്ദ്രങ്ങളിലൊക്കെ സാധാരണയായിട്ട് വിവിധ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രോഗശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ രോഗശുശ്രൂഷ കേന്ദ്രങ്ങൾ, അവിടെ പോയാൽ രോഗശമനം കിട്ടും എന്ന് പറഞ്ഞ് എല്ലാവരും പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന അത്ഭുതകരമായ രീതിയിലുള്ള പല സുഖം പ്രാപിച്ചവരുടെ ഒരു ലിസ്റ്റ്, സുഖം പ്രാപിച്ചവരുടെ ഒരു കേസുകൾ പലപ്പോഴും തെളിവായിട്ട് അവർ പരസ്യപ്പെടുത്താറുണ്ട്. രോഗശുശ്രൂഷ കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് അസുഖം മാറി എന്ന് പറഞ്ഞ അവർ കേസുകൾ ആ രോഗശുശ്രൂഷ കേന്ദ്രത്തിൽ അവർ പലതും വെളിപ്പെടുത്താറുണ്ട്. ഇങ്ങനെ ഈ പരസ്യം വെളിപ്പെടുത്തുകയും സ്ഥാപനത്തിൻ്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സ്പഷ്ടമായ ഒരു നിഗമനം, ആ നിഗമനം വ്യത്യസ്ത ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായ ഒരു അവസ്ഥയാണ്. അതായത് ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ കാണപ്പെടുമ്പോൾ നമ്മുടെ അസുഖം ചികിത്സിച്ച് ഭേദമായി എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് നമ്മളുടെ വിശ്വാസം തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെയാണ് നമ്മളവിടെ നമ്മുടെ രോഗശുശ്രൂഷ കേന്ദ്രമായിട്ട് അവരവിടെ പരസ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതൊരു പദ്ധതിയാണ്, ഒരു ചികിത്സാ പദ്ധതിയാണത്. ഈ ചികിത്സാ പദ്ധതിയെ, ഈ പദ്ധതിയെ നമ്മൾ വിശ്വാസവുമായിട്ട് കൂട്ടിക്കിഴച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ രോഗം മാറി, രോഗം മാറി, രോഗം മാറി എന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ ആ ചികിത്സാ പദ്ധതി നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രോഗത്തിന് ഭേദമാകുന്നു, രോഗം ഭേദമാകും, രോഗത്തിന് ശമനം ഉണ്ടാവും. അത് തന്നെയാണ് രോഗശുശ്രൂഷ പദ്ധതിയും. അപ്പോൾ ഒരാളെ മയക്കിയതിന് ശേഷം തനിക്ക് രോഗമില്ല, രോഗമില്ല, രോഗമില്ല എന്ന് നമ്മൾ അയാളോട് പല ആവർത്തി പറയുമ്പോൾ, അതാണ് ഹിപ്നോതെറാപ്പിയിലും സാധിക്കുന്നത്. പറയുമ്പോൾ അയാൾ തീർച്ചയായിട്ടും അയാളുടെ മനസ്സിൽ വലിയ രോഗമൊന്നും ഉണ്ടാവില്ല, എങ്കിൽ തന്നെയും അയാളെ നമ്മൾ അതേസമയം മയക്കി കഴിഞ്ഞിട്ട് അയാളോട് പറയാണ്, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾ രോഗിയാണ്. അത് കഴിഞ്ഞ രോഗിയാണെന്ന് പറഞ്ഞ അയാൾ തൊട്ട് നോക്കുമ്പോൾ അയാൾക്ക് പനിയോ തലവേദനയോ എവിടെയെങ്കിലൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം. അതിനുശേഷം അയാളുടെ മൂക്കിൻ്റെ മുൻപിൽ കുറച്ച് കുരുമുളക് പൊടിയിട്ട് ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് മൂക്കിന് കീഴെ വെച്ചിട്ട് പറയാണ്, നിങ്ങളതൊന്നും ആ വെള്ളം ഒന്ന് ഊതൂ. ആ വെള്ളം ഒന്ന് ഊതൂ എന്ന് പറയുമ്പോൾ അയാൾ വെള്ളം ഊതുന്ന സമയത്ത് ആ കുരുമുളക് പൊടിയുടെ സ്മെല്ല്, അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു സ്പർദ്ധയും നമ്മുടെ മൂക്കിലേക്ക് പോകുന്നു. അയാൾ തുമ്മാൻ തുടങ്ങുന്നു. അയാൾ തുമ്മുന്നതോടുകൂടി അയാൾക്ക് അസുഖമാവാൻ തുടങ്ങും. അയാൾ തുമ്മിക്കഴിയുമ്പോൾ 10 പ്രാവശ്യം തുമ്മിക്കഴിയുമ്പോൾ രോഗിയായി മാറുന്നു. തീർച്ചയായിട്ടും ഞാനൊരു രോഗിയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഹിപ്നോതെറാപ്പി. മയക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ രോഗിയല്ല, നിങ്ങൾ രോഗിയല്ല, നിങ്ങൾക്ക് രോഗമില്ല എന്ന അവസ്ഥ നമ്മൾ അയാളുടെ മനസ്സിലേക്ക് വരുത്തുന്നു. അപ്പോൾ നമ്മളിവിടെ രോഗിയല്ല എന്ന പദ്ധതി വിശ്വാസത്തോടെ നമ്മുടെ അയാൾ മനസ്സിലേക്ക് കൊടുക്കുന്നു. വിശ്വാസമാണ് അയാളെ രോഗിയല്ല ഏതാക്കി തീർക്കുന്നത്. രോഗമാക്കാനും രോഗിയാക്കാനും രോഗമല്ലാത്തൊരവസ്ഥ വരുത്താനും നമുക്ക് സാധിക്കുന്നു. മയക്കി കിടത്തിയ ഒരാളെ നമ്മൾ ഇങ്ങനെ രോഗിയല്ല എന്ന ശക്തമായ വിശ്വാസത്തിലൂടെയും നിർദ്ദേശത്തിലൂടെയും പ്രകടമാക്കാൻ കഴിയുന്നൊരവസ്ഥ. അങ്ങനെ മരുന്ന് കൊടുക്കാതെ തന്നെ പ്രകൃതി ചികിത്സകൾ, അലോപ്പതി ചികിത്സകളല്ലാതെ അലോപ്പതി മരുന്ന് കഴിക്കുന്നു. ആയുർവേദ ചികിത്സകളിൽ പുറമെ തിരുമല ചികിത്സാ പദ്ധതികൾ, ആയുർവേദത്തിൽ വാദത്തിന് തിരുമലും ചികിത്സകളും, ഇതെല്ലാം പ്രകൃതി ചികിത്സകളും സന്ധിരോഗ ചികിത്സകളൊക്കെ ഇവയെല്ലാം രോഗശാന്തിക്ക് ഉപബോധ മനസ്സിനെ ലഭ്യമാക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഉപബോധ മനസ്സിന് ലഭ്യമാക്കുന്ന നിർദ്ദേശങ്ങളുടെ മനസ്സിൻ്റെ ഫലമാണ് ഈ രോഗശമനത്തിന് കാരണമാകുന്നത്. മനസ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രോഗാദി ചികിത്സകളെല്ലാം ഒരു പദ്ധതിയാണ്, രോഗചികിത്സാ ശമന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ മയക്കിക്കിടത്തിയ ഒരാളോട് പറയുന്നു, നിനക്ക് രോഗമില്ല എന്ന് 10 പ്രാവശ്യം ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് രോഗമില്ല എന്ന് തന്നെ അയാൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. ആ പദ്ധതിയാണ് ഇവിടെ രോഗശമന ചികിത്സയായിട്ട് ഹീലിംഗ് പ്രോസസ്സായിട്ട് നടത്തപ്പെടുന്നത്.